എടാ ഈ ഫ്രണ്ടിലോട്ട് പോയി പണി വാളും കേട്ടോ, നല്ല ചെളിയായിട്ടോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലയുടെ പണി വാളും. സോ സിനിമാക്കാരുടെയും കൂടെ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തോണ്ട് പ്ലാൻ എന്ന് പറയുന്നത് നേരെ കൈനേരി പോകുന്നു, അവിടെ വെള്ളക്കെട്ടൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. സോ അത് നോക്കണം, പിന്നെ അതിനനുസരിച്ച് ചായ കുടിക്കണം, ഇനി പറ്റുമെങ്കിൽ ചമ്മക്കുളം പോകണം, ഇല്ലെങ്കിൽ തിരിച്ചു. ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇൻട്രൊഡ്യൂസിങ് ഷാഡോ ആണ് ഒരു അൾട്ടിമേറ്റ് പോക്കിയാണ് കേട്ടോ. ഫ്രണ്ട്സ് വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ അതേ അവൻ ഇന്നലെ കല്യാണത്തിലിട്ട് വന്നത് പച്ച ഷർട്ട് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു. യെസ് യെസ്, ഷാഡോ ആണ് നമുക്കിന്ന് കൂടെ ഉള്ളത്. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ കൈതവനം ജംഗ്ഷനെത്തി. ഇതാണ് AC റോഡിലേക്കുള്ള ടേണിംഗ് പോയിൻ്റ് ആലപ്പുഴ ടൗണിൽ നിന്ന് വരുമ്പോൾ. AC റോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആലപ്പുഴയിലെ ഏറ്റവും നല്ലൊരു കിടിലൻ റോഡ്, അതായത് AC എന്ന പേരിനോട് നീതി പുലർത്തിയ ഏക റോഡാണ് കേട്ടോ ഇത്. പക്ഷേ ഇത് നല്ല വൈബാണ് കേട്ടോ, പ്രത്യേകിച്ച് മഴ സമയത്ത് പോകണം. ഫുൾ വെള്ളമായിരിക്കും. സത്യത്തിൽ ഇപ്പോൾ റോഡ് പണി നടക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇവരുടെ റോഡ് പണിയുന്നതിന് മുന്നേ ഇവർ പറഞ്ഞത് വെള്ളം കയറത്തില്ലെന്നാണ്. പക്ഷേ മിക്ക സ്ഥലത്തും വെള്ളം കയറി, അതിന് സെറ്റാകുമായിരിക്കും ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ഇതേ പള്ളാത്തുരുത്തി പാലമാണ്, പള്ളാത്തുരുത്തിൻ്റെ പാലം പണി നടക്കുകയാണ്. അത് പണിത് കഴിയുമ്പോൾ സെറ്റായിരിക്കും കാണാൻ. അപ്പോൾ നമ്മൾ പള്ളാത്തുരുത്തി നേരെ ഒരു 500-600 മീറ്റർ കഴിയുമ്പോൾ ആദ്യം കാണുന്ന ലെഫ്റ്റ് ഉണ്ട്. ആ ലെഫ്റ്റ് കയറി ഇങ്ങ് വന്നാൽ മതി. ഏകദേശം ഒരു 6 കിലോമീറ്റർ നമ്മുടെ സ്ഥലത്തോട്ട് അങ്ങ് എത്തും, കൈനേരിയിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കൈനേരിയിലാണ്. അപ്പോൾ നമ്മളിന്ന് മെയിനായിട്ട് ഇവിടെ വന്നതെന്ന് വെച്ചാൽ മഴ പെയ്തിട്ട് നല്ല വെള്ളമായിരുന്നു. ഇപ്പോഴാണ് ഇവിടെ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയത്. അപ്പം നമുക്കിവിടെ കൈനേരിയിൽ, നിങ്ങൾ ആലപ്പുഴയിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു വില്ലേജാണ്, ഒരു ചെറിയൊരു വില്ലേജാണ് കൈനേരി. സോ ഇവിടുത്തെ മെയിനായിട്ടുള്ള 3 സ്പോട്ടാണുള്ളത്. ഒന്ന് കൈനേരി ടെർമിനൽ, മുട്ടേൽപ്പാലം, പിന്നെ ഒരു ഹിഡൻ സ്പോട്ടുണ്ട്. ആ ഹിഡൻ സ്പോട്ട് എന്താണെന്ന് നമുക്ക് കാണുകയും ചെയ്യാം. ടെർമിനലിലും മുട്ടേൽപ്പാലത്ത് പോകുന്നൊരു വീഡിയോ ആയിരിക്കും ഇത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായ കൈനേരി ടെർമിനലിലേക്കാണ് ഗൈസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കൈനേരി ടെർമിനലിലേക്ക് എത്തുന്നതിലെ ഏറ്റവും വലിയ ടഫ് എന്ന് പറയുന്നത് ഈ റോഡ് കണ്ട, നല്ല കിടുക്കൻ റോഡാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ നമുക്ക് പാർക്കിംഗ് സ്പേസ് ഒന്നും ഇല്ല. അപ്പോൾ അവിടെ ഇങ്ങനെ പോലീസ് എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ നോ പാർക്കിംഗ്. അപ്പം പെയ്ഡാണ്, ഇവിടെ പെയ്ഡാണ്, പക്ഷേ ഇപ്പോൾ ആളില്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ പാർക്ക് ചെയ്തു. ഞാൻ ഷാഡും കൂടെ ഇങ്ങനെ നടന്നു. അപ്പോൾ നടക്കുന്ന സമയത്ത് ഒരു ഗോട്ട്. അപ്പോൾ ഈ ഗോട്ടിൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത്, എനിക്കാണെങ്കിൽ ഗോട്ടിനെ ഭയങ്കര പേടിയാട്ടാ. അപ്പോൾ ആ പട്ടിക്ക് പോലും അവൻ സൈഡ് കൊടുക്കുന്നില്ല. അപ്പം എനിക്കെങ്ങനെ സൈഡ് ചെയ്തതെന്ന് ഞാൻ നോക്കി, കുറേ നേരം വെയിറ്റ് ചെയ്തു. അവൻ നൈസായിട്ട് അതിലെ കൂടെ സ്കിപ്പ് അടിച്ചു കേട്ടാ, നമ്മൾ വിട്ട്. എന്തായാലും നമ്മളിവിടം വരെ വന്നതല്ലേ, മുന്നോട്ട് വെച്ച കാലം മുന്നോട്ടെന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ നോക്കിയപ്പോൾ നല്ല ചെളി. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത്രയും ചെളിയായതുകൊണ്ട് പൂണ്ട് പോകുമോയെന്ന്. ബട്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ പതിയൊരു കാല് വെച്ചപ്പോൾ ആഴമില്ല. അപ്പോൾ നൈസായിട്ട് അങ്ങ് നടന്നങ്ങൾ പോയി. മീൻസ് ഇതിൽ ഭയങ്കര പാടായിട്ടോ അവരെ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ലതേ. കണ്ടോ ഷാഡോ വരുന്നുണ്ടോ, ഭയങ്കര ചെളിയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇവിടെ വന്ന് ഈ ഒരു സമയത്ത് ഇത്രയും ചെളിയോ, അല്ലെങ്കിൽ നടക്കാൻ കുഴപ്പമൊന്നുമില്ല. ഈ സമയം കണ്ടോ, ഭയങ്കര ചെളിയാണ്. അപ്പോൾ നമ്മളിത് നടന്നത് എന്ത് ഷാഡോ, യെസ്. അപ്പോൾ നമ്മളിത് നടന്ന് അതിലെ കൂടെ എത്തി. അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു അതിൽ പോകേണ്ട ചെളിയാണ്. സോ നമ്മൾ ജസ്റ്റ് നടന്നു നോക്കാം, അല്ലെങ്കിൽ വള്ളത്തിൽ പോകുന്നുള്ള അതിനായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്ത് നടന്നു, വലിയ ചെളിയൊന്നും ഇല്ല. ഒരാൾക്കാർ 2 പേർക്കൊക്കെ ആണെങ്കിൽ സൂപ്പറായിട്ട് നടന്നു വരാം, വലിയ സീൻ. ആദ്യം കോട്ടായിരുന്നു, പിന്നെ ചെളിയായി, ഇപ്പം മാവ്. അപ്പം ഈ മാവ് കിടക്കാന്ന് വെച്ചിട്ട് ടഫാണ്. പക്ഷേ ഭാഗ്യം ഞാൻ ഷോർട്ട്സ് ഇട്ടുകൊണ്ട് എനിക്ക് നൈസായിട്ട് കിടക്കാൻ പറ്റി. പിന്നെ ഷാഡോ ഇതൊക്കെ ചുമ്മാ ചാടി കിടക്കുന്ന ഒരുത്തനാണ്. ഷാഡോ പണ്ട് ഹൈ ജമ്പിലൊക്കെ 1ാം സ്ഥാനം കിട്ടിയിട്ടുള്ള ആളായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ടെർമിനലെത്തി. ടെർമിനലാണ് ഫസ്റ്റ് മെയിൻ സ്പോട്ടായ കൈനേരി ടെർമിനലാണ്. അപ്പം ഞാൻ കൈനേരി ടെർമിനലിൽ ഇപ്പോൾ ഞങ്ങൾ വരാൻ തുടങ്ങിയിട്ടൊരു, നമ്മളിപ്പോഴാണ് കോവിഡൊക്കെ കഴിഞ്ഞല്ലേ, കോവിഡ് കഴിഞ്ഞിട്ടുള്ള മിക്ക സമയത്ത് ഞങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് വരുന്നതാണ്. ഇവിടെ കൂടുതലും കപ്പിൾസാണ്, അതാണ് നമുക്ക് ഏറ്റവും മടി ഇങ്ങോട്ട് വരാൻ. ഇവിടെ ഉള്ളവന്മാരിപ്പോൾ വീടെടുക്കുന്നവൻ മുരട്ട് സിംഗിളാണ്, അപ്പോൾ എല്ലാവരും സിംഗിളാണ്. അതുകൊണ്ട് ഞങ്ങളിവിടെ പൊതുവേ അങ്ങനെ വരാറില്ല, പ്രത്യേകിച്ച് വൈകുന്നേര സമയത്ത്. ഞങ്ങൾ കൂടുതലൊരു വൈകിട്ട് ഒരു നൈറ്റ് ഒരു 7-7:30 ആവുന്ന ടൈമിലായിരിക്കും കൊള്ളുന്നത്. സൺസെറ്റൊക്കെ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് കാണാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ കൈനേരി ടെർമിനലിൽ വരുന്നുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തൊരു 7 മണി 6 മണി ഒരു ടൈമിൽ വരുവാണെങ്കിൽ സൺറൈസ് കാണാം. അല്ലെങ്കിൽ ഈ ടൈം ഇപ്പോൾ 5:45 ഈ ടൈം ആകുമ്പോൾ ആരും കാണത്തില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ കൈനേരിയിൽ വരുവാണെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ വരിക. കാര്യം വർക്കിംഗ് ഡേയ്സ് ആകുമ്പോൾ ഇത്ര ആൾ കാണത്തില്ല. സപ്പോസ് നിങ്ങൾ ഇന്ന് സൺഡേ ആയിരുന്നെങ്കിൽ ഭയങ്കര ആളായിരിക്കും. നിങ്ങൾക്കൊരു പ്രൈവസി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിക്ക് എടുക്കണമെങ്കിൽ ഇപ്പോൾ ഒരു 100-150 പേര് ഇവിടെ കാണും. ഇന്നാകുമ്പോൾ ആരുമില്ല, പീസ്ഫുള്ളായിട്ട് ഇരിക്കുക. അപ്പോൾ നിങ്ങൾ ആലപ്പുഴയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കൂടുതൽ വർക്കിംഗ് ഡേയ്സിൽ ഇങ്ങനെയും ലീവൊക്കെ എടുത്തിട്ട് വരാൻ നോക്കുക. സോ എന്നാലും നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് പ്രൈവറ്റായിട്ട് അല്ലെങ്കിൽ പ്രൈവസിയോടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊരു വാട്ടർ വേ കേട്ടോ. ഇതിലാണ് നമ്മുടെ SWTDയുടെ ബോട്ടൊക്കെ പാസ് ചെയ്യുന്നതിൽ. ഇടയ്ക്ക് നമ്മളിപ്പം ആലപ്പുഴയിൽ നിന്ന് നമുക്ക് ബോട്ട് കയറുന്ന ഹൗസ് ബോട്ട്സ് ഇതിലെ കൂടെ പാസ് ചെയ്യാറുണ്ട്. കൂടുതലും ഷൂട്ടിങ്, അതായത് ഹിന്ദി പടങ്ങളൊക്കെ പൊതുവേ ആലപ്പുഴയൊക്കെ ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം കേരളം കാണിക്കുന്നത് വിചാരിക്കുക, നോർത്ത് ഇന്ത്യൻ പടങ്ങൾ, അതായത് ബോളിവുഡ്,
കോളിവുഡ് ടോളിവുഡ് ഇവിടെയൊക്കെ കേരളം കാണിക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ആലപ്പുഴയിലോട്ട് തന്നെ വരണം. ഒരു ഹൗസ് ബോട്ട്, ഒരു കായൽ, ഒരു പാടം. ഇത് നിങ്ങൾ എവിടെ പോകണമെങ്കിൽ ഒന്നെങ്കിൽ ആലപ്പുഴ അല്ലെങ്കിൽ കുമരകത്തൊക്കെ പോയി കാണാം. അത് കുറച്ച് ഭാഗത്തേ ഉള്ളൂ, പക്ഷേ കൂടുതലും കാണണമെങ്കിൽ ഇവിടെ വരും. ഇവിടെ ഏറ്റവും കൂടുതൽ പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഇവിടെ ഒരു ഭാഗം, അതായത് ടെർമിനലിൽ ഇവിടെ ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ സിനിമാക്കാരുടെയും കൂടെ ഇപ്പോൾ തെങ്ങി താഴെ അപ്പോൾ സിനിമാക്കാരുടെ കൂടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് ഈ ടെർമിനൽ. ഇവിടെ എന്ന് കഴിഞ്ഞത് കുറേ S23 കാണിച്ചു തരുന്നത്. ഇത് കണ്ടോ, ഇതാണ് റമദ പുന്നമട. അപ്പോൾ റമദ അറിയാത്ത ആലപ്പുഴക്കാരില്ല. നമ്മുടെ ആലപ്പുഴക്കാർ, മദ്യപാനിയായിട്ടുള്ള ആലപ്പുഴക്കാർക്ക് റമദ വഹിക്കുന്ന പങ്കെന്ന് പറയുന്നത് ചെറുതല്ല. ഷാഡോ ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യാണ്. ഷാഡോയുടെ കല്യാണമാണ് അടുത്ത മാസം. അപ്പം അളിയന് ഈ മാസമാണ് ബാച്ചിലർ പാർട്ടി. അപ്പം അളിയന് ഈ മാസം ഒന്ന് എൻജോയ് ചെയ്യുകയാണ് അവിടെ. വീട്ടിലുള്ള പട്ടിക്ക് പോലും ചോറ് കൊടുക്കാത്തതാണ്. ഇവിടെ കാണുമ്പോൾ പൂക്കി കളിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ട്. ഇത് എന്തിനാണ്, എന്ത് സൈനാണെന്ന് എനിക്കറിയില്ല, ബട്ട് ഇത് കാണാൻ നല്ല രസം കേട്ടോ. കണ്ടേ, ഇതാണ് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഇത് കണ്ടേ, കണ്ടോ, നമ്മളിങ്ങനെ ആടി പോവും ഓരോ വെള്ളത്തിൻ്റെ. ഇത് ഇപ്പം നമ്മൾ വേണ്ട, ഇത് കറക്റ്റായിട്ടൊരു പ്രോപ്പറായിട്ട് അങ്ങനെ നിൽക്കത്തൊന്നുമില്ല. ഇതിങ്ങനെ വെള്ളത്തിൻ്റെ ഒഴുക്കനുസരിച്ച് ഇങ്ങനെ വേണ്ട ആടി പോവും. ഇതിൻ്റെ കാട്ടായം കണ്ടാൽ തന്നെ മനസ്സിലാക്കും, നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും അവിടെ ഏതോ 2 ചിക്സ് ഒന്നും ഇപ്പോൾ ഉണ്ട്. അല്ലാതെ അണ്ണൻ ഇങ്ങനെ ക്യൂട്ട്നെസ് വാരി വന്നിടത്തില്ലെന്ന് ഷാഡോ അറിയാവുന്ന ഫ്രണ്ട്സിനത്. നമ്മളിവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ സൺസെറ്റ് കാണാൻ വേണ്ടിയാണ്. സോ ഇവിടെ നിന്ന് ഇപ്പം ഇനി സൺസെറ്റ് കണ്ടിട്ട് പോകുമ്പോൾ ഒരു ടൈമാകും. നമ്മളിപ്പം ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ 4:30-5 മണിക്ക് ഒരു ടൈമിൽ. അപ്പം സൺസെറ്റ് കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ടൈമാകും. അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഹിഡൻ സ്പോട്ടും പിന്നെയുള്ള മുട്ടേൽ പാലവും കവർ ചെയ്യാൻ പറ്റത്തില്ല. സോ അപ്പോൾ നമ്മളിനി ടെർമിനലിൽ നിന്ന് ഇറങ്ങുക. ആദ്യത്തെ സ്പോട്ടായ ടെർമിനൽ. സോ നിങ്ങൾ ആലപ്പുഴയ്ക്ക് വരുമ്പോൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടായിട്ടോ ടെർമിനൽ. സോ മറക്കാതിരിക്കുക. ആലപ്പുഴ വരുവാണെങ്കിൽ കൈനേരി പോവുക, ടെർമിനൽ വിസിറ്റ് ചെയ്യുക. സോ 6 മണിയായപ്പോൾ ടെർമിനലിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകുന്നത് എങ്ങോട്ടാ, മുട്ടേൽ പാലം. അങ്ങനെ നമ്മൾ തിരിച്ചതേ ആ വഴി കൂടെ തന്നെ തിരിച്ചതേ പോവുകയാണ് ഗൈസ്. അപ്പം നിങ്ങൾ ടെർമിനലിലോട്ട് വരാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഇത്രയും വെള്ളമുണ്ട്. അതുകൊണ്ട് എൻ്റെ കാലിൽ ഇത്രയും മുങ്ങിക്കിടക്കുക. അപ്പോൾ വെള്ളം നീന്തി അല്ലെങ്കിൽ ഇച്ചിരി ഡിഫിക്കൽട്ടാണ് വരാൻ. സോ വാട്ടർ അഡ്വഞ്ചേഴ്സ് ഇഷ്ടപ്പെടുന്നവർ മാത്രം ടെർമിനൽ വിസിറ്റ് ചെയ്യാൻ മഴക്കാലത്ത്, അല്ലെങ്കിൽ വരാതിരിക്കും. അപ്പം നമ്മൾ കൈനേരി ടെർമിനൽ കണ്ടു. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് അടുത്ത 2ാമത്തെ ബെസ്റ്റ് സ്പോട്ടായ മുട്ടേൽ പാലത്തിലോട്ടാണ്. സോ അവിടെ വെച്ചിട്ട് അപ്പോൾ ഇരുട്ട് തുടങ്ങി. അപ്പം നമുക്ക് 2 സ്പോട്ട് കവർ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചു. അപ്പം ഇതാണ് മുണ്ടക്കൽ പാലം. മുണ്ടക്കൽ പാലം കഴിഞ്ഞ് ഏകദേശം ഒരു 100 മീറ്റർ കഴിയുമ്പോഴാണ് നമ്മുടെ മുട്ടേൽ പാലം സെക്കൻഡ് സ്പോട്ടായിട്ടുള്ള. മുട്ടേൽ പാലത്തിൽ കയറാൻ ഇച്ചിരി പാടാണ്. സോ നിങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടറിലൊന്നും വരാതിരിക്കുക. അങ്ങനെ വണ്ടി താഴെ വെച്ച് ഞാൻ മേളിലോട്ട് കയറാൻ തുടങ്ങി. ഇച്ചിരി ടഫാണ് കയറാൻ, ബട്ട് സീനില്ല ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്തുള്ളത് നമ്മൾ പറഞ്ഞ സെക്കൻഡ് സ്പോട്ട്, അതായത് നമ്മുടെ മുട്ടേൽ പാലം. അപ്പോൾ മുട്ടേൽ പാലത്തിൽ നമുക്കൊരിക്കലും വണ്ടി കേട്ട് ഇതിൻ്റെ മേളിലോട്ട് കയറി വ്ളോഗൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇതിൻ്റെ ഭയങ്കര കുറവാണ്. സോ അറ്റ് എ ടൈമിൽ ഒരു വണ്ടി മാത്രമേ ഇതിൻ്റെ അകത്തൂടെ പാസ് ആകത്തുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് വണ്ടി കയറ്റിൻ്റെ മേളിൽ നിന്ന് വ്ളോഗ് ചെയ്യുന്നത് നാട്ടുകാർ നമുക്ക് ഇടിക്കും. മുട്ടേൽ പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടെർമിനൽ പോലെ തന്നെയാണ്. ഇവിടെയാണ് ഒരു കൈനേരിയിലെ മെയിൻ സ്പോട്ട് ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ പടങ്ങൾ, അതായത് ആലപ്പുഴ വരുന്ന മിക്ക പടങ്ങളുടെയും ഒരു മെയിൻ ലൊക്കേഷനാണ് ഇത്. ഇവിടെ നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ക്രൗഡ് കാണുന്ന ടൈം എന്ന് പറയുന്നത് നമ്മുടെ വള്ളംകളി ടൈം, അതായത് വള്ളംകളി സീസൺ തുടങ്ങുന്ന സമയത്ത് കൈനേരി CBL തുടങ്ങും. അതായത് ഇതിനെക്കുറിച്ച് അങ്ങനെ ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് അതിനെക്കുറിച്ചൊരു നോളജ് അല്ലെങ്കിൽ അറിവുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സോ അങ്ങനത്തെ പരിപാടി നടക്കുന്ന പോലും മിക്കവർക്കും അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആലപ്പുഴക്കാർക്ക്, കോട്ടയംകാർക്ക്, കൊല്ലംകാർക്കൊക്കെ അറിയാം, അല്ലാതെ വേറെ ആൾക്കാർക്ക് അറിയുമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. സോ അപ്പോൾ CBL എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ്. അപ്പോൾ നമുക്ക് ആലപ്പുഴയുടെ കൾച്ചർ എന്ന് പറയുന്നത് വെള്ളം, ഫിഷിങ്, അങ്ങനത്തെ പരിപാടീസാണ് കൂടുതലുള്ളത്. അപ്പം നമുക്ക് നെഹ്റു ട്രോഫി ഉണ്ട്. അപ്പോൾ ഓഗസ്റ്റിലെ 2ാം ശനിയാഴ്ചയാണ്. ഈ പ്രാവശ്യം പക്ഷേ സെപ്റ്റംബർ 26 എന്തോ ആണ്. അപ്പം വള്ളംകളിക്ക്, അതായത് നെഹ്റു ട്രോഫിയിലെ ആദ്യത്തെ ടോപ്പ് 9 ടീം നമ്മൾ ഡയറക്റ്റായിട്ട് ക്വാളിഫൈ ചെയ്തു, അതായത് ചാമ്പ്യൻസ് ലീഗ്. അപ്പോൾ ഇവർക്കൊരു 10 വേദിയോളം ഉണ്ട്, 10-9 വേദി അടുത്ത വേദീസ് ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു വേദിയാണ് ഈ ഒരു ഭാഗം. കണ്ടോ, അവിടെ നിന്ന് കുറച്ചുകൂടെ അപ്പുറത്ത് മാറിയാണ് ഇവിടുത്തെ സ്റ്റാർട്ടിങ് പോയിൻറ്റ്. ഈ ഒരു ഭാഗം കണ്ടോ, അവിടെ നീല ഷെഡ് കണ്ടോ, അതിൻ്റെ അപ്പുറത്തായിരിക്കും ഫിനിഷിംഗ് പോയിൻറ്റ്. അപ്പം ഇതെന്ന് പറയുന്നത് UBCയുടെയും VBC എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലബ്ബാണ്. അതുപോലെ VBC എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 2 വർഷമായിട്ട് ഒരു കിടിലൻ ക്ലബ്ബാണ്. അപ്പോൾ അവർ രണ്ടുപേരുടെ ഹോമാണ്. അപ്പം കൈനേരിയിൽ നിങ്ങൾ ആരെങ്കിലും വിസിറ്റ് ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വള്ളംകളി ടൈമിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. സോ ഇവിടുത്തെ പരിപാടീസ് അല്ലെങ്കിൽ ഇവിടുത്തെ കൾച്ചർ എന്താണ്, ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹം എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ വള്ളംകളി ടൈമിൽ പോയി. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഹിഡൻ സ്പോട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുട്ടനാട് അല്ലെങ്കിൽ കൈനേരി വന്ന ആൾക്കാരും
എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ്. സോ എന്താണെന്ന് നമുക്ക് അപ്പോൾ നമ്മൾ ഇതേ മുട്ടേൽപ്പാലം കഴിഞ്ഞു. അപ്പം നമ്മൾ നേരെ പോകുന്നത് ഹിഡൻ സ്പോട്ടിലേക്കാണ്. അപ്പം ആ മുട്ടേൽപ്പാലത്തിൽ നേരെ ഇറങ്ങി ആദ്യം കാണുന്ന ലെഫ്റ്റ്, അവിടെ നിന്ന് ഏകദേശം ഒരു 150 മീറ്റർ കഴിയുമ്പോൾ പിന്നെയോ ലെഫ്റ്റ് ഉണ്ട്. അവിടെ പിന്നെയും പോയിട്ട് പിന്നെ ഒരു 150 മീറ്റർ കഴിയുമ്പോൾ പിന്നെയോ റൈറ്റ് ഉണ്ട്. കണ്ടുപിടിക്കാൻ കാരണം നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട് സിദ്ധാർത്ഥ, റൈറ്റ് എടുക്കുക. സോ ഇവിടെ നിന്ന് ഒരു റൈറ്റ് ഉണ്ട്, ആ റൈറ്റിൽ ഇതിലേ പോവുക. നാട്ടുകാർ കലിപ്പാവുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടുണ്ട് സിദ്ധാർത്ഥപ്പൂവ്. സിദ്ധാർത്ഥപ്പൂവിൻ്റെ അമ്മുമ്മയുടെ 100ാമത്തെ ബർത്ത്ഡേക്കാണ് ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. അപ്പം അങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സ്പോട്ട് ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത് സത്യം തന്നെ. അപ്പം താങ്ക്സ് ടു സിദ്ധാർത്ഥപ്പൂ. പൊതുവേ ഞങ്ങൾ വൈബ് ക്യാച്ച് ചെയ്യാൻ വരുന്ന സ്പോട്ടെന്ന് പറയുന്നത് പുന്നമട ഫിനിഷിംഗ് പോയിന്റ്, പിന്നെ ആലപ്പുഴ ബീച്ചൊക്കെ. സോ നമ്മൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ടെർമിനൽ ആ ഭാഗത്തൊക്കെ വൈബ് ക്യാച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അപ്പം ഇനി നമുക്ക് എന്താണ്, അതായത് ഇവിടം വരെ വന്ന് ഈ ഹിഡൻ സ്പോട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ഹിഡൻ സ്പോട്ട് കേട്ടോ. അപ്പം നമ്മൾ കൈനയിൽ വരുന്ന ആൾക്കാർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നൊരു സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ കാണുന്ന ടെർമിനലും പിന്നെ ഉള്ളത് മുട്ടേൽപ്പാലമാണ്. പക്ഷേ ഇങ്ങോട്ട് ആരും വരാറില്ല. അപ്പം ഇത് എക്സ്പ്ലോർ ചെയ്ത ആൾക്കാരല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് പോലും മിക്കവർക്കും അറിയണമെന്നില്ല. ആരാണെന്ന് അറിയത്തില്ല. നല്ല രീതിയിൽ റോഡ് പണിതിട്ടുണ്ട്, ഇന്റർലോക്ക് മുഴുവൻ കിടലായിട്ട് തന്നെ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ അതേ നമ്മൾ ആ ഹിഡൻ സ്പോട്ടിലൊരു ബോട്ട് ജെട്ടിയുണ്ട്. സോ ആ ബോട്ട് ജെട്ടിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. കുട്ടനാട് നമ്മൾ അല്ലെങ്കിൽ ടെർമിനൽ വരുവാണ്, നമ്മൾ ഈ ഒരു സ്പോട്ടും കൂടെ വിസിറ്റ് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. സോ നിങ്ങൾക്ക് കൂടുതലായിട്ട്, അതായത് നല്ല വിഷ്വൽസ് എടുക്കാൻ പറ്റും. മോർണിംഗ് അല്ലെങ്കിൽ ഒരു സൺറൈസ് കാണാൻ എനിക്ക് തോന്നുന്നു ടെർമിനലിനേക്കാളും ബെറ്റർ സ്പോട്ട് ഇതാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഇപ്പോൾ ടെർമിനലുണ്ട്, അതെ ടെർമിനൽ ഇവിടെ നിന്ന് കാണാൻ പറ്റും നല്ല വ്യക്തമായിട്ട്. അപ്പം ടെർമിനലിൽ ഇപ്പുറത്തെ സ്പോട്ട്, അതായത് അതിൻ്റെ ഇക്കരെ ഇതിന് വരാൻ നമ്മൾ ആ മുട്ടേൽപ്പാലം കയറി ലെഫ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വരേണ്ടത്. സോ അപ്പം നമ്മളിവിടെ വരുമ്പോൾ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ വരുമ്പോൾ നമ്മൾ ഇവിടെയുള്ള ആൾക്കാർക്ക് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കൂടുതലിങ്ങനെ ടീംസ് വരുമ്പോൾ കവിട്ടടി അല്ലെങ്കിൽ സിഗരറ്റ് വലി അതൊക്കെ ആയിട്ട് വരുന്നു. സോ നമ്മൾ അതൊന്നും യൂസ് ചെയ്യരുത് പൊതുവേ. അതായത് ഇങ്ങനത്തെ ഒരു സ്പോട്ടിലൊക്കെ വരുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ ജീവിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് മദ്യപിക്കാനോ സിഗരറ്റ് വലിക്കാനൊക്കെ പോകുമ്പോൾ ആൾക്കാർ കലിപ്പാവും. പിന്നെ അതിനുശേഷം നമ്മൾ നാളെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഇവിടെ വന്ന് വ്ളോഗ് ചെയ്യാനോ അല്ലെങ്കിൽ സപ്പോസ് ഇവിടെ വന്ന് ചില്ല് ചെയ്യാൻ നിൽക്കുമ്പോൾ പോലും നാട്ടുകാരെടുത്തിട്ട് ഇടിക്കും. ഓക്കെ, സോ അതുകൊണ്ട് എനിക്കൊരു സജഷൻ ഉള്ളൂ, നമ്മൾ നാളെ ഏതെങ്കിലും നല്ലൊരു സ്പോട്ടിൽ പോയി കഴിയുമ്പോൾ കൂടുതൽ സിഗരറ്റ് വലിക്കാനോ മദ്യപിക്കാനോ ആരും പോകരുത്. സോ അത് നമുക്ക് വേറെ ആൾക്കാർ അല്ലെങ്കിൽ വേറെ ഇപ്പം ഇത് വൈബ് ചെയ്യാൻ ആൾക്കാർ നടക്കുന്ന കുറേ ടീംസ് ഉണ്ട്. അതായത് ഈ ഇന്ന സ്ഥലങ്ങൾ കാണുക, അത് എൻജോയ് ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ. സോ അവരെ അത് ബാധിക്കും. ഇപ്പം നാട്ടുകാരെന്ത് വിചാരിക്കും, ഇപ്പം മുടി വളർത്തിയൊരു താടി വളർത്തിയെടുത്തും വന്നിരിക്കുമ്പോൾ അവൻ കഞ്ചാവാണ്, അപ്പം ഇവൻ ഇവിടെ വന്നിരുന്ന കലിപ്പാവും, പോലീസിന് വിളിക്കും, കലിപ്പാവും. സോ അതുകൊണ്ട് ദൈവത്തെ ഓർത്താരും ഇവിടെ വന്നിരുന്ന് സിഗരറ്റ് വലിക്കാനോ കവിട്ടടിക്കാനോ ഒന്നും പോകരുത്. സോ നമ്മളിവിടെ വരിക, ചില്ല് ചെയ്യുക, പോവുക. ഓക്കെ, ആർക്ക് ശല്യം ഉണ്ടാക്കാതെ ഹാപ്പി ആയിട്ട്. കൈനേരി വന്നതെന്ന് വെച്ചാൽ 3 സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ 3 സ്പോട്ട് കാണാൻ വേണ്ടി. ആ 3 സ്പോട്ട് നമ്മൾ കണ്ടു. സോ നിങ്ങൾ ആലപ്പുഴ വരുവാണെങ്കിൽ നിങ്ങൾക്കൊരു 2 hours അല്ലെങ്കിൽ ആലപ്പുഴ ടൗണിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ അല്ല 20 ഇല്ല ഒരു 10-15 കിലോമീറ്റർ അടുത്ത് അത്രേ ഉള്ളൂ ദൂരം. അപ്പം നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ കൈനേരി ടെർമിനലിൽ പോവുക, പിന്നെ നമ്മുടെ മുട്ടേൽപ്പാലം പോവുക, ഇവിടെ വരിക. അതായത് ഈ ഹിഡൻ സ്പോട്ട്, ഇവിടുത്തെ പേര് എനിക്കറിയത്തില്ല. സോ ഇവിടെ വരിക, അപ്പം എൻജോയ് ചെയ്യുക പീസ്ഫുള്ളായിട്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ 2 സ്പോട്ടിലാണ്. ഒന്ന് കൈനേരി ടെർമിനൽ, ഒന്ന് ചമ്പക്കുളം പോകാൻ. അപ്പം നമ്മൾക്ക് ഇപ്പോൾ സമയം 6:45. അപ്പോൾ നമുക്കിനി ചമ്പക്കുളം പോകാൻ പറ്റത്തില്ല. അപ്പോൾ ചമ്പക്കുളത്ത് പോകുന്ന നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പം നമുക്കിന്ന് കൈനേരി മാത്രമേ നമുക്കിന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. എക്സ്പ്ലോർ ഉദ്ദേശം എന്ന് വെച്ചാൽ 3 സ്ഥലം വിസിറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അത് എക്സ്പ്ലോർ അല്ല. ഓക്കെ, അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ബിച്ചൂട്ടി. സോ ടാറ്റ, ബൈ ബൈ, കഥം. അപ്പം നമ്മുടെ കൂടെയുള്ള ഷാഡോ ഉണ്ട്. ഷാഡോ അപ്പം വ്ളോഗ് ചെയ്യാൻ പോകുക, അളിയാ കൂടെ വരുമെന്ന് ചോദിച്ചപ്പോൾ തന്നെ അളിയൻ ഏതോ ഇന്നലെ മറ്റേ വിനൂബയുടെ കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോയ ഷർട്ടും പിന്നെ വീട്ടിൽ കിടന്ന ഒരു ലോയറൊക്കെ ഇട്ടുകൊണ്ട് വന്നത്. അപ്പം താങ്ക്സ് പറയാനുള്ള ഷാഡോ ആണ്. ഷാഡോയുടെ പെട്രോൾ പൈസയ്ക്കാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഷാഡോ എൻ്റെ നിന്ന് പെട്രോൾ അടിക്കാൻ പൈസ വാങ്ങിച്ചില്ല. ട്രൂ ഫ്രണ്ട്, ഈ ജനറേഷനിൽ ഒരു ട്രൂ ഫ്രണ്ടാണ് ഷാഡോ. 2-3 വീഡിയോയിൽ ഷാഡോ ആണ്. സോ അവന് ജോലിക്ക് അവൻ പോകുന്നവരെ അവൻ എന്തായാലും എൻ്റെ ഒപ്പം കാണും. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുമെന്ന് പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ബിച്ചൂട്ടി. ടാറ്റ, ബൈ ബൈ, കഥം, ഗുഡ് ബൈ.